വളരെ പ്രസക്തമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. മുഖ്യമന്ത്രി രണ്ട് കൈയും പൊക്കി നിയമസഭയിൽ പറഞ്ഞു ഈ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു. അല്ലേ, രണ്ട് ശുദ്ധമാണെന്ന് പറഞ്ഞു. മടിയിൽ കനമില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് മടിയിൽ കനമില്ല, പിന്നെ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശാണ് മകൾ ഈ IT കമ്പനി തുടങ്ങാൻ വേണ്ടി ചിലവാക്കിയെന്ന്. മൂന്ന് കാര്യങ്ങളും പറഞ്ഞു, വളരെ വ്യക്തമാണെന്ന് പറഞ്ഞു. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് നാലാമത് പറഞ്ഞു. പക്ഷേ അന്വേഷണം വന്നപ്പോൾ KSIDCയെ കൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. മകളെ കൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ച് അന്വേഷണം തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിന് ഭയമില്ല, ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശുകൊണ്ടാണ് ഇത്രയും വലിയ IT കമ്പനി തുടങ്ങിയത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അന്വേഷണം വന്നപ്പോൾ ഒളിച്ചോടുകയാണ്, പേടിച്ചോടുകയാണ്. അതാണ് ആ കാഴ്ച. പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും പറയും, ഈ സർക്കാരിൻ്റെ അഴിമതി ഒരു പ്രധാന ഘടകമാണ്. ആ അഴിമതി നിരന്തരമായി നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതി, K-ഫോൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി, മാസപ്പടി വിവാദം, ഈ 6 അഴിമതിയും ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും. ഇതിനെക്കുറിച്ചൊക്കെ, ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ യാത്രയിൽ പറയും. ഈ സർക്കാരിൻ്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആണല്ലോ KSIDCയുടെ പേരിൽ ആ സർക്കാർ ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. പക്ഷേ അന്വേഷണത്തെ ഭയമില്ല എന്ന് പറഞ്ഞവർ അന്വേഷണം തുടങ്ങി 3-ാമത്തെ ദിവസം കോടതിയിലേക്ക് ഓടിപ്പോവുകയാണ്. അന്വേഷണം തടയണമെന്ന് പറഞ്ഞ്. എന്തിനാ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? എന്താണ് പാർട്ടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്ന ഒന്നും പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് എന്താ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? എം.ഇ. ഗോവിന്ദൻ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ഒരു പേടിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ പേടിയുണ്ടല്ലോ, അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോയിരിക്കുകയല്ലേ. അപ്പോൾ എന്താ അർത്ഥം? ഈ മടിയിൽ കനവില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ലെന്ന് മനസ്സിലായില്ലേ? ക്ലീശേ വന്ന വാചകങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഏത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിജിലൻസ് അല്ലല്ലോ ഈ കേസ് അന്വേഷിക്കേണ്ടത്, ബാംഗ്ലൂരിലെ വിജിലൻസും അല്ലല്ലോ അന്വേഷിക്കേണ്ടത്. ഇത് 2 സ്റ്റേറ്റിലെ 2 കമ്പനികളാണ്, 2 സ്റ്റേറ്റിൽ ഫ്ലോട്ട് ചെയ്ത 2 കമ്പനികളാണ്. ആ കമ്പനി കേസ് എന്താണ്? ഒരു സർവീസും ചെയ്യാതെ ഈ മകളുടെ കമ്പനിയിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും പണം വന്നു. ഒരു സർവീസും ചെയ്യാതെ ജോലി ചെയ്തിട്ടാണ് കാശ് മേടിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല, പരാതി വരില്ല. ജോലി ചെയ്യാതെ പണം മേടിച്ചു. അപ്പോൾ ആ പണം കള്ളപ്പണം വെളുപ്പിച്ചാണ്. ഒരു ഷെൽ കമ്പനി പോലെയാണ് എക്സാലോജിക്ക് പ്രവർത്തിച്ചത്. അതുകൊണ്ട് മണി ലോണ്ടറിങ് ആണ് നടന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും, ഈ 2 നിയമവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ 2 നിയമം അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിയാവും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. പക്ഷേ എനിക്ക് കേന്ദ്ര ഏജൻസിയിലൊന്നും വിശ്വാസമില്ല. കാരണം ലൈഫ് മിഷൻ കോഴ കേസ് ഉണ്ടായി. ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ അന്വേഷണ ഏജൻസികൾ ഒരു മൊഴിയെടുത്തോ? പിണറായി വിജയൻ്റെ അടുത്ത് പോയി ചെയർമാനോട് ചോദിക്കണ്ടേ? ലൈഫ് മിഷൻ്റെ ചെയർമാൻ അറിയണ്ടേ? 20 കോടി വന്നപ്പോൾ 9.25 കോടി കൈക്കൂലിയായിപ്പോയി. അപ്പോൾ ചെയർമാൻ അറിയാതെ പോവോ? ചെയർമാൻ ഉത്തരവാദിത്വമില്ലേ? ആ ചെയർമാൻ്റെ ഒരു മൊഴി പോലും ഏജൻസി എടുത്തില്ല. കാരണം അസംബ്ലി ഇലക്ഷന് മുമ്പ് ഇവർ തമ്മിൽ ഒത്തുതീർപ്പായി ധാരണ. അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് ഈ കേസ് വെച്ച് ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവർ തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയാൽ നിയമപരമായ വഴികൾ ഞങ്ങളും തേടും.